എല്ലാവർക്കും നമസ്കാരം. ടുഡേ ബാങ്കിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന എന്ന ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന അഥവാ PMJJBY. എന്താണ് PMJJBY എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? PMJJBY is a life insurance scheme. Provides coverage for death due to any reason. മരണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മരണപ്പെട്ട ആളുടെ ഫാമിലിക്ക് ലഭിക്കുന്ന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന എന്ന പദ്ധതി ബന്ധപ്പെടുന്നത്. ഇറ്റ് ഈസ് എ 1 year കവർ, റിന്യൂവബിൾ ആനുവലി. ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് കവറേജ് ആണ്. അത് ആനുവലി നമ്മൾക്ക് റിന്യൂ ചെയ്യാനും സാധിക്കും. അഡ്മിനിസ്ട്രേഡ് ത്രൂ LIC ആൻഡ് അതർ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്. LICയോ മറ്റ് അംഗീകൃതമായിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് കമ്പനീസോ വഴിയാണ് ഈ പദ്ധതി, ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ബാങ്ക്സ്, പോസ്റ്റ് ഓഫീസസ് ക്യാൻ ടൈ അപ്പ് വിത്ത് എനി അപ്രൂവ്ഡ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഏതെങ്കിലും ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുമായി ടൈ അപ്പിൽ ബാങ്കുകൾ വഴിയോ പോസ്റ്റ് ഓഫീസുകൾ വഴിയോ PMJJBY എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാവുന്നതാണ്. എലിജിബിലിറ്റി ആൻഡ് കവറേജ്. ആർക്കൊക്കെയാണ് PMJJBY ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാവാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് ആൻഡ് പോസ്റ്റ് ഓഫീസസ്. പോസ്റ്റ് ഓഫീസിലോ ബാങ്കുകളിലോ അക്കൗണ്ട് ഉള്ള ആർക്കും അതിനകത്ത് അംഗങ്ങളാകാം. 18 മുതൽ 50 വയസ്സ് വരെയാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയിലുള്ള എൻട്രി ഏജ് എന്ന് പറയുന്നത്. 1 person 1 അക്കൗണ്ട് ഓൺലി. ഒരു വ്യക്തിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ ബാങ്കിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഈവൺ ഇഫ് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ആർ ഹെൽഡ്. പല അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു അക്കൗണ്ട് മുഖാന്തരം മാത്രമേ പദ്ധതിയിൽ അംഗമാകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആധാർ ഇസ് ദ പ്രൈമറി KYC ഡോക്യുമെന്റ്. KYC ഡോക്യുമെന്റ് ആയിട്ട് പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്നത് ആധാർ തന്നെയാണ്. എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ₹2 lakh പേയബിൾ ഓൺ ദ മെമ്പേഴ്സ് ഡെത്ത് ഡ്യൂ ടു എനി കോസ്. ഏത് കാരണത്താലും ഇൻഡിവിജ്വലിന്റെ ഡെത്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, മരണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിക്ക് 2 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് കവറേജ് ആണ് ലഭിക്കുക. ഡെത്ത് ഡ്യൂ ടു എനി കോസ്, ആക്സിഡന്റ് മൂലമുള്ളതോ സ്വാഭാവികമായിട്ടുള്ള മരണമോ ഒക്കെയും തന്നെ ഈ ഇൻഷുറൻസ് സ്കീമിനകത്ത് കവേർഡ് ആണ്. എൻറോൾമെന്റ് പീരീഡ് ആൻഡ് പ്രീമിയം. എപ്പോഴാണ് നമ്മൾ എൻറോൾ ചെയ്യുന്നത്, അതിന്റെ പ്രീമിയം തുക എന്തൊക്കെയാണെന്നുള്ള ഇതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. കവറേജ് പീരീഡ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഒരു വർഷത്തേക്കാണ് ഇൻഷുറൻസ് പദ്ധതി ഉള്ളത്. അത് ഓരോ വർഷം നമുക്ക് റിന്യൂ ചെയ്ത് പോകാമെന്ന് പറഞ്ഞു. June 1 മുതൽ May 31 വരെയാണ് ഇൻഷുറൻസിന്റെ കവറേജ് പീരീഡ് നിലനിൽക്കുന്നത്. ഓപ്ഷൻ ടു ജോയിൻ ഓട്ടോ ഡെബിറ്റ് മസ്റ്റ് ബി ഗീവൺ ബൈ 31st ആനുവലി. എല്ലാ വർഷവും മെയ് 31 പദ്ധതിയിൽ അംഗമാകുന്ന വ്യക്തി അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ അവർ ബാങ്കിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആനുവൽ പ്രീമിയം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് 436 രൂപയാണ്. അദ്ദേഹത്തിന്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ, ബാങ്കിൽ അദ്ദേഹത്തിന് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. 18 മുതൽ 50 വയസ്സ് വരെ ഉള്ളവരായിരിക്കണം അതിനകത്ത് അംഗങ്ങളായിട്ടുള്ളത്. അക്കൗണ്ടിനകത്ത് 436 രൂപ ഓട്ടോ ഡെബിറ്റിന്റെ ചെയ്യുന്ന സമയത്ത് ബാലൻസ് അതിനകത്ത് ഉണ്ടായിരിക്കണം. ആ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൺസെന്റ് അദ്ദേഹം ബാങ്കിന് ചേരുന്ന സമയത്ത്, ഈ പദ്ധതിയിൽ ചേരുന്ന സമയത്ത് ബാങ്കിന് നൽകേണ്ടതാണ്. ഡിഡക്റ്റഡ് വയ ഓട്ടോ ഡെബിറ്റ് ഫെസിലിറ്റി ഇൻ 1 ഇൻസ്റ്റാൾമെന്റ്. ഒരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ഈ തുക മുഴുവനായിട്ടും ഡെബിറ്റ് ചെയ്യുന്നത്. പ്രീമിയം ഈസ് സബ്ജക്ട് ടു ആനുവൽ റിവ്യൂ ബേസ്ഡ് ഓൺ ക്ലെയിംസ് എക്സ്പീരിയൻസ്. എല്ലാ വർഷവും ആനുവൽ റിവ്യൂ അതിനകത്ത് അക്കൗണ്ടിനകത്ത് ചെയ്യാവുന്നതാണ്. ഓരോ വർഷവും പ്രത്യേകമായിട്ട് കൺസെന്റ് കൊടുക്കേണ്ടതായിട്ടില്ല. ഒരു വർഷം കൺസെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിനകത്ത് ബാലൻസ് ഇത്ര രൂപയുണ്ട് എന്നുള്ള കാര്യം അവർ ഇൻഷുർ ചെയ്യുക മാത്രമാണ് പാർട്ടി ചെയ്യേണ്ടി വരിക. പ്രോറാറ്റ പ്രീമിയം ഫോർ ഡിലേഡ് എൻറോൾമെന്റ്. May 31 മുതലാണ് അതിന്റെ പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. ജൂണിലാണ് ഓട്ടോ ഡെബിറ്റ് ഉണ്ടാവുക.
ആ ജൂൺ മാസം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഡിലേഡ് ആയിട്ടാണ് ആളുകൾ സ്കീമിനകത്ത് എൻറോൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. ഡിലേഡ് എൻറോൾമെന്റ് ഈസ് പോസിബിൾ വിത്ത് പ്രോറാറ്റ പ്രീമിയം. പ്രീമിയം അതിനനുസരിച്ചുകൊണ്ട് പ്രോറാറ്റ ബേസിൽ കൊടുത്തുകൊണ്ട് ഡിലേഡ് ആയിട്ടുള്ള എൻറോൾമെന്റും പോസിബിൾ ആണ്. പ്രീമിയം ഷെഡ്യൂൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കൂ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നുണ്ടെങ്കിൽ ഫുൾ ആനുവൽ പ്രീമിയം ആയിട്ടുള്ള 436 രൂപ പാർട്ടി റെമിറ്റ് ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവേണ്ടതാണ്. അത് ഓട്ടോ ഡെബിറ്റ് ആയിട്ട് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കപ്പെടുന്നതാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് വ്യക്തി ചേരുന്നുണ്ടെങ്കിൽ അദ്ദേഹം കൊടുക്കേണ്ട പ്രീമിയം തുക എന്ന് പറയുന്നത് 342 രൂപയാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് അദ്ദേഹം ചേരുന്നുണ്ടെങ്കിൽ 228 രൂപയാണ് പ്രീമിയം ഡെബിറ്റ് ചെയ്യുക. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണെന്നുണ്ടെങ്കിൽ 114 രൂപയാണ് പാർട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുക. ഇതാണ് പ്രീമിയം ഷെഡ്യൂൾ. ഡിലേഡ് പേയ്മെന്റിന്റെ പ്രീമിയം ഷെഡ്യൂൾ എന്ന് പറയുന്നത് 436 രൂപ ആദ്യത്തെ 3 മാസം, പിന്നീട് 342 രൂപ അതിന് ശേഷമുള്ള 3 മാസം, 228 രൂപ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ, 114 രൂപ മാർച്ച് മുതൽ മെയ് വരെ എന്നുള്ളതാണ് അതിന്റെ പ്രീമിയം. ഇനി അതിനകത്ത് ലീൻ പീരീഡ് എന്താണ്? ഇൻഷുറൻസ് നമ്മൾക്ക് എപ്പോഴാണ് അതിന്റെ കവറേജ് നമുക്ക് ലഭിക്കുക? അതിന് മുമ്പ് എന്തെങ്കിലും ലീൻ പീരീഡ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജെസ്റ്റേഷൻ പീരീഡ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കേണ്ടത്. എ 30-day ലീൻ പീരീഡ് അപ്ലൈസ് ഫ്രം ദ ഡേറ്റ് ഓഫ് എൻറോൾമെന്റ്. പദ്ധതിക്കകത്ത് ചേർന്ന് കഴിഞ്ഞാൽ 30 ദിവസം വരെ അതിനകത്തൊരു ലീൻ പീരീഡ് ആണ്. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ ഫസ്റ്റ് ടൈം എൻറോളീസ് ഓൺ ഓർ ആഫ്റ്റർ ജൂൺ 1, 2021, നോ കവർ ഫോർ ഡെത്ത് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 30 days. ആദ്യത്തെ 30 ദിവസത്തിനകം വ്യക്തി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡെത്ത് കവറേജ് കിട്ടുന്നതല്ല. അതർ ദാൻ ആക്സിഡന്റൽ ഡെത്ത്, അത് പ്രത്യേകം പറയുന്നുണ്ട്. ആക്സിഡന്റ് മൂലമോ മറ്റ് ആക്സിഡന്റൽ ആയിട്ടുള്ള ഡെത്തോ അല്ലാതെയുള്ള മറ്റ് സ്വാഭാവികമായിട്ടുള്ള മരണത്തിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 30 ദിവസം കവറേജ് ലഭിക്കുന്നതല്ല. അതേസമയം ആക്സിഡന്റ് മൂലമോ മറ്റ് ആക്സിഡന്റൽ ആയിട്ടുള്ള ഡെത്തോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കവറേജ് അതിനകത്ത് ലഭിക്കും. അവിടെ ലീൻ പീരീഡ് ആപ്ലിക്കബിൾ അല്ല. നോ ക്ലെയിം അഡ്മിസിബിൾ ഫോർ ഡെത്ത്, നേരത്തെ സൂചിപ്പിച്ച തന്നെയാണ് ഡ്യൂറിംഗ് ദ ലീൻ പീരീഡ്. ലീൻ പീരീഡിനകത്ത് ഡെത്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലെയിം അഡ്മിസിബിൾ അല്ല. ദിസ് എക്സ്ക്ലൂഷൻ ഓൾസോ അപ്ലൈസ് ടു സബ്സ്ക്രൈബേഴ്സ് റീജോയിനിങ് ആഫ്റ്റർ എക്സിറ്റിംഗ് ദ സ്കീം. അതായത് സബ്സ്ക്രൈബർക്ക് ഒരു വർഷം പദ്ധതിയിൽ അംഗമായി കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും അതിനകത്ത് ചേരുകയാണെങ്കിൽ കൂടി അവർക്കും ഈ ലീൻ പീരീഡ് അവിടെ ആപ്ലിക്കബിൾ ആണ്. എന്നവർ ചേരുന്നു ആ ദിവസം മുതൽ ഫസ്റ്റ് 30 days ലീൻ പീരീഡ് ആപ്ലിക്കബിൾ ആയിട്ട് വരും. സോ എക്സ്ക്ലൂഷൻ ഓൾസോ അപ്ലൈസ് ടു സബ്സ്ക്രൈബേഴ്സ് റീജോയിനിങ് ആഫ്റ്റർ എക്സിറ്റിംഗ് ദ സ്കീം. റിസ്ക് സ്റ്റാർട്ട്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഓട്ടോ ഡെബിറ്റ് പ്രീമിയം ഫോർ ഡിലേഡ് എൻറോൾമെന്റ്സ്. ഡിലേഡ് എൻറോൾമെന്റ്സിനകത്ത് എപ്പോഴാണോ ഓട്ടോ ഡെബിറ്റ് എഫക്റ്റ് ആവുന്നത് ആ ഡേ മുതലാണ് കവറേജ് നമ്മൾക്ക് ആരംഭിക്കുക. അവിടെയും നമുക്ക് 30 days ലീൻ പീരീഡ് ആപ്ലിക്കബിൾ ആണ്. ടെർമിനേഷൻസ് ഓഫ് അഷുറൻസ്. അപ്പോൾ അറ്റൈനിങ് 55 years of age, 55 വയസ്സ് കഴിഞ്ഞാൽ ഈ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കില്ല. 55 വയസ്സ് വരെ അദ്ദേഹത്തിന് 18 മുതൽ നോക്കൂ, എൻട്രി നോട്ട് പോസിബിൾ ബിയോണ്ട് 50 years എന്ന് പറയുന്നുണ്ട്. 18 മുതൽ 50 വയസ്സ് വരെയാണ് ഒരു വ്യക്തിക്ക് ഇൻഷുറൻസിനകത്ത് പദ്ധതിക്കകത്ത് അംഗമാകാൻ സാധിക്കുന്നത്. 50 വയസ്സ് വരെ അംഗമായിട്ടുള്ള ഒരു വ്യക്തിക്ക് 50ാമത്തെ വയസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് 55 വയസ്സ് വരെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാം. 55 വയസ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ടീം ടെർമിനേറ്റ് ചെയ്ത് പോകും. ക്ലോഷർ ഓഫ് ബാങ്ക്, പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഓർ ഇൻസഫിഷ്യന്റ് ബാലൻസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിലും ടെർമിനേഷൻ ഉണ്ടാവും. അതിനകത്ത് ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പോവുകയോ ഇൻസഫിഷ്യന്റ് ബാലൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലോ സ്കീമിനകത്ത് ടെർമിനേറ്റ് ചെയ്ത് പോകും. ഇഫ് കവേർഡ് അണ്ടർ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ്, കവർ ഈസ് റെസ്ട്രിക്റ്റഡ് ടു ₹2 lakh ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് പ്രീമിയംസ് ആർ ഫോർഫീറ്റഡ്. നേരത്തെ പറഞ്ഞിരുന്നത് തന്നെയാണ്. ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ SBI അക്കൗണ്ടുകൾ ബാങ്കുകൾ ഉണ്ട് എങ്കിൽ അവർ അതിനൊക്കെയും തന്നെ ഈ പറയുന്ന പ്രീമിയം അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം അടച്ചിരിക്കുന്ന പ്രീമിയം ഫോർഫീറ്റ് ചെയ്ത് പോവുകയുള്ളൂ. കവർ 2 ലക്ഷത്തിലേക്ക് എന്ത് തന്നെയായാലും ഒതുങ്ങും. അല്ലാതെ ഓരോ പ്രാവശ്യം പ്രീമിയം അടച്ചു കഴിഞ്ഞാലും 2 ലക്ഷം രൂപ വീതം ഓരോ പ്രീമിയത്തിനും കവറേജ് ലഭിക്കുന്നതല്ല. ക്യാൻ ബി റീഇൻസ്റ്റേറ്റഡ് ഇഫ് സീസ്ഡ് ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് ബാലൻസ് ഓർ എക്സിറ്റ്. ഇതിനു മുമ്പ് സൂചിപ്പിച്ചിരുന്നത് തന്നെയാണ്. ഇൻസഫിഷ്യന്റ് ബാലൻസ് കാരണമോ അല്ലെങ്കിൽ എക്സിറ്റ് ആയി പോയി, ഏതെങ്കിലും കാരണത്താൽ എക്സിറ്റ് ആയിട്ട് പോയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അവർക്കത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവർക്ക് അതിനകത്ത് മടങ്ങി വരാം. ബട്ട് ട്രീറ്റഡ് ആസ് ഫ്രഷ് കവർ ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുള്ളൂ വിത്ത് 30 days ലീൻ പീരീഡ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 30 ദിവസം കഴിഞ്ഞാൽ മാത്രമേ
കവറേജ് അതിനകത്ത് ലഭ്യമാവുകയുള്ളൂ, ആക്സിഡന്റൽ ഡെത്ത് ഒഴികെ. സ്കീം അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഡ്മിനിസ്ട്രേറ്റ് ബൈ LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് അതർ ഇൻഷുറൻസ് കമ്പനീസ്. മറ്റ് ഇൻഷുറൻസ് കമ്പനീസും ഇതിനകത്ത് ഭാഗമാക്കാവുന്നതേ ഉള്ളൂ. പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ്, പോസ്റ്റ് ഓഫീസസ് ആർ മാസ്റ്റർ പോളിസി ഹോൾഡേഴ്സ്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞാലും അതിനകത്ത് പോളിസി ഹോൾഡർ ആയിട്ടുള്ള മാസ്റ്റർ പോളിസിയുടെ ഹോൾഡറായിട്ട് വരുന്നത് അതാത് ആളുകളായിരിക്കാം. ഇവിടെ മാസ്റ്റർ പോളിസി ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അതാത് ബാങ്കുകളാണ്. ആ ബാങ്കിന്റെ കസ്റ്റമേഴ്സിന്റെ മുഴുവനായിട്ടുള്ള ആൾക്കാരുടെയും മാസ്റ്റർ പോളിസി ഹോൾഡ് ചെയ്യുന്നത് ബാങ്ക് ആയിരിക്കും. സോ ആ മാസ്റ്റർ പോളിസി ഒരു നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അതാത് ബാങ്കുകൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. പോസ്റ്റ് ഓഫീസ് ആണെന്നുണ്ടെങ്കിലും അതേ രീതിയിൽ തന്നെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. Banks, post offices are responsible for recovering premium via auto debit by the due date. ഡ്യൂ ഡേറ്റിനകത്ത് പ്രീമിയം റിക്കവർ ചെയ്യേണ്ടത് ബാങ്ക്സും പോസ്റ്റ് ഓഫീസിന്റെയും ഉത്തരവാദിത്തമാണ്. അത് പാർട്ടിയുടേതല്ല. പാർട്ടി വൺസ് കൺസെന്റ് ബാങ്കിൽ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് സഫീഷ്യന്റ് ബാലൻസ് അവരുടെ അക്കൗണ്ടിൽ ഉണ്ട് എങ്കിൽ ഓട്ടോ ഡെബിറ്റ് ഇൻഷുർ ചെയ്യേണ്ടത് ബാങ്കിന്റെയും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെയും ഉത്തരവാദിത്തമാണ്. Enrollment forms, auto debit authorizations must be obtained and retained by banks or post offices. എൻറോൾ ചെയ്യേണ്ട ഫോമുകൾ സഫീഷ്യന്റ് ആയിട്ടുള്ള കോപ്പീസും ഓട്ടോ ഡെബിറ്റിന് വേണ്ടിയിട്ടുള്ള ഓതറൈസേഷന് വേണ്ടി നൽകുന്ന ഫോമും ഒക്കെയും തന്നെ കൺസേൺഡ് ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെയും തന്നെ പോസ്റ്റ് ഓഫീസുകളും അതാത് ബാങ്കുകളും സഫീഷ്യന്റ് കോപ്പീസ് റിലീസ് ചെയ്ത് വെക്കേണ്ടതാണ്. എപ്പോഴൊക്കെ ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തി വന്ന് ഇങ്ങനെയുള്ള കാര്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഫോം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബാങ്കുകളുടെയാണ്. നോക്കൂ, ഇവിടെ പ്രീമിയം അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന്റെ അതിനകത്ത് ഏതൊക്കെ രീതിയിലാണ് പ്രീമിയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കോളത്തിനകത്ത് നമുക്ക് കാണാം. ഫസ്റ്റ് ക്വാർട്ടറിനകത്ത് ഫുൾ പ്രീമിയം 436 രൂപയാണ് ഫുൾ പ്രീമിയം വരുന്നത്. അത് ഇൻഷുറൻസ് കമ്പനിക്ക് 395 രൂപ പ്രീമിയം തുക പോകുന്നു. ബിസിനസ് കറസ്പോണ്ടൻസ് വഴി നമുക്ക് ഇതിനകത്ത് അംഗങ്ങളാക്കാം. അവരുടെ കമ്മീഷൻ എന്നുള്ള രീതിയിൽ 30 രൂപ അവർക്കും അതിനകത്ത് പോകും. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് പേയബിൾ ടു ബാങ്ക്, അതായത് എൻറോൾ ചെയ്യുന്ന ബാങ്കിന് 11 രൂപ അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ ബാങ്കിന് ഇത് എടുക്കാം. സോ 395 രൂപ ആണ് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രീമിയം പോവുക. 30 രൂപ ബിസിനസ് കറസ്പോണ്ടൻസിന്റെ ആണ്. 11 രൂപ ബാങ്കിന്റെ അകത്ത് എടുക്കാം. സെക്കൻഡ് ക്വാർട്ടറിൽ ജോയിൻ ചെയ്യുന്നവർ 342 രൂപയാണ് പ്രീമിയം ഫുൾ പ്രീമിയം വരിക. നമ്മൾ നേരത്തെ അത് കണ്ടതാണ്. LICക്ക് 309 രൂപയാണ് അതിനകത്ത് പ്രീമിയം ആയിട്ട് പോവുക. ബിസിനസ് കറസ്പോണ്ടൻസിന് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് 22 രൂപ 50 പൈസയാണ്. 10 രൂപ 50 പൈസ അതായത് ബാങ്കുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. തേർഡ് ക്വാർട്ടറിനകത്ത് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ പ്രീമിയം എന്ന് പറയുന്നത് 228 രൂപയാണ്. LICക്ക് നൽകേണ്ട രൂപ 206 രൂപ. ബിസിനസ് കറസ്പോണ്ടൻസിന് വേണ്ടി വരുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് 15 രൂപ കൊടുക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന രീതിയിൽ 7 രൂപ ബാങ്കിന് ഒരു അക്കൗണ്ടിന് മുകളിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഫോർത്ത് ക്വാർട്ടറിൽ ചേരുന്നതാണെന്നുണ്ടെങ്കിൽ 114 രൂപയാണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ പ്രീമിയം തുക വരുന്നത്. LICക്ക് 103 രൂപ കൊടുക്കുക. 7 രൂപ 50 പൈസ ബിസിനസ് കറസ്പോണ്ടൻസിന്റെ കമ്മീഷനായിട്ട് നമുക്ക് അതിനകത്ത് എടുക്കാം. 3 രൂപ 50 പൈസ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിട്ടും നമുക്ക് അതിനകത്ത് എടുക്കാവുന്നതാണ്. എങ്ങനെയാണ് ക്ലെയിം സെറ്റിൽമെന്റ് എന്നുള്ളത് നമുക്ക് അതിനകത്ത് നോക്കാം. The nominee has to approach the bank wherein the member എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുർഡ് അല്ലെങ്കിൽ പോളിസി ഹോൾഡർ വാസ് ഹാവിംഗ് ദ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. നോമിനിയാണ് ബാങ്കിൽ അപ്രോച്ച് ചെയ്യേണ്ടത്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ത്രൂ വിച്ച് he or she was covered under PMJJBY along with the death certificate of the member. ഇൻഷുർ ചെയ്യുന്ന വ്യക്തിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റുമായി നോമിനിക്ക് ബാങ്കിൽ അപ്രോച്ച് ചെയ്യാം. നോമിനി ഹാസ് ടു കളക്ട് ക്ലെയിം ഫോം ആൻഡ് ഡിസ്ചാർജ് റിസീപ്റ്റ്. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന്റെ ക്ലെയിം ഫോമും അതും ബാങ്കിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ക്ലെയിം ഫോമിനകത്ത് നോമിനി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടതാണ്. ഇൻഷുററുടെ ഡീറ്റെയിൽസ് അതിനകത്ത് ഫില്ല് ചെയ്യണം. നോമിനിയുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. ക്ലെയിം ഫോമിന്റെ താഴെ അതാത് ബാങ്കുകളോ പോസ്റ്റ് ഓഫീസോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സത്യമാണ് എന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസും അവർ എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, ഡിസ്ചാർജ് റിസീപ്റ്റ് എന്ന് പറയുന്നത്, ഈ ഡിസ്ചാർജ് റിസീപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പാർട്ടി ഇത്രയും രൂപ ഞങ്ങൾക്ക് ഇതിനകത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ റെസ്പോൺസിബിലിറ്റിനകത്ത് കമ്മിറ്റ്മെന്റ് ഞങ്ങൾക്ക് കിട്ടി എന്ന് പറയുന്ന റെസിപ്റ്റ് ആണ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് റെസീപ്റ്റ് എന്ന് പറയുന്നത്.
ഇത് 2 ഫോമും അതാത് ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസിലോ ഉണ്ടാവും. അതിപ്പോൾ അവർ പൂരിപ്പിക്കേണ്ടതാണ്. ഫ്രം ദ ബാങ്ക് ഓർ എനി അതർ ഡെസിഗ്നേറ്റഡ് സോഴ്സസ് ലൈക്ക് ഇൻഷുറൻസ് കമ്പനി ബ്രാഞ്ചസിനകത്ത് കിട്ടും. ഹോസ്പിറ്റൽസോ ഇൻഷുറൻസ് ഏജൻസോ വഴിയോ ഒക്കെ തന്നെ ക്ലെയിം ഫോമോ ഡിസ്ചാർജ് റെസീറ്റോ വാങ്ങിക്കാവുന്നതാണ്. Nominee has to submit duly completed claim form, discharge receipt, death certificate along with the photocopy of the cancelled check of the nominee's bank account if available. അത് പ്രത്യേകം പറയുന്നുണ്ട്. ക്ലെയിം ഫോമും ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒപ്പം തന്നെ ക്യാൻസൽഡ് ചെക്ക് ലീഫിന്റെ ഒരു ഫോട്ടോ കോപ്പിയും കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടതാണ്. Or the bank account details to the bank wherein the member was having the savings bank account through which he or she was covered under PMJJBY. In case the nominee is a minor, the guardian or appointee may fill claim form and discharge receipt. നോമിനി മൈനർ ആണെന്നുണ്ടെങ്കിൽ ഗാർഡിയൻ ആണ്, തീർച്ചയായിട്ടും ഗാർഡിയൻ അല്ലെങ്കിൽ അപ്പോയിന്റി ആണ് ക്ലെയിം ഫോമും മറ്റുള്ള ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നെ ഫില്ല് ചെയ്യേണ്ടത്. സ്റ്റെപ്സ് ടു ബി ടേക്കൺ ബൈ ദ ബാങ്ക്. ക്ലെയിം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ റിസീറ്റ് ഓഫ് ഡെത്ത് ഇന്റിമേഷൻ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ബാങ്ക് ഷുഡ് ചെക്ക് വെദർ ദ കവർ ഫോർ ദ സെഡ് മെമ്പർ വാസ് ഇൻ ഫോഴ്സ്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ആ കൺസേൺ പീരീഡിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കവറേജ് അവിടെ ഇൻഫോഴ്സ് ആണ് ഓൺ ദ ഡേറ്റ് ഓഫ് ഹിസ് ഡെത്ത്. അത് ബാങ്ക് കൺഫേം ചെയ്യണം. ദാറ്റ് ഈസ് വെദർ ദ പ്രീമിയം ഫോർ ദ സെഡ് കവർ ഓൺ ആനുവൽ റിന്യൂവൽ ഡേറ്റ് ദാറ്റ് ഈസ് 1st of June prior to the member's death was deducted and remitted to the insurance company concerned. ഇത് ബാങ്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. ഒരു വ്യക്തി ഓട്ടോ ഡെബിറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അദ്ദേഹത്തിന്റെ കൺസെന്റ് ബാങ്കിന് നൽകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട് എങ്കിൽ അത് ബാങ്കിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് 1st of June അത് ഡെബിറ്റ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹം എൻറോൾ ചെയ്യുന്ന ഡേറ്റ് ഏതാണോ ആ ഡേറ്റിന്റെ ദിവസം മുതൽ ഓട്ടോ ഡെബിറ്റ് എൻറ്റർ ചെയ്യുക എന്നുള്ളത് ബാങ്കിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അദ്ദേഹത്തിന്റെ കൺസെന്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് ബാങ്ക് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ടു വെരിഫൈ ദ ക്ലെയിം ഫോം വെരിഫൈ ചെയ്യണം. ആൻഡ് ദ നോമിനി ഡീറ്റെയിൽസ് ഫ്രം ദ റെക്കോർഡ്സ് അവൈലബിൾ വിത്ത് ദം. നോമിനിയുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണെന്നുള്ള ബാങ്ക് ചെക്ക് ചെയ്യുക. ആൻഡ് ഫിൽ ഇൻ ദ റിലവന്റ് കോളംസ് ഓഫ് ദ ക്ലെയിം ഫോം. ക്ലെയിം ഫോമിനകത്ത് ഏറ്റവും അവസാന ഭാഗത്തായിട്ട് ബാങ്ക് ഒഫീഷ്യൽസ് ഫിൽ ചെയ്യേണ്ട പാർട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. പിന്നീട് എന്താണ് ബാങ്ക് ചെയ്യേണ്ടത്? ബാങ്ക് ടു സബ്മിറ്റ് ദ ഫോളോയിങ് ഡോക്യുമെന്റ്സ് ടു ദ ഡെസിഗ്നേറ്റഡ് ഓഫീസ് ഓഫ് ഇൻഷുറൻസ് കമ്പനി. എന്തൊക്കെയാണ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ക്ലെയിം ഫോം ഡ്യൂലി കംപ്ലീറ്റഡ് ഇൻ ഓൾ റെസ്പെക്ട്സ്. ക്ലെയിം ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്തിട്ട് ക്ലെയിം ഫോം കൊടുക്കണം. അതിന്റെ കൂടെ ഇൻഷുററിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ ഡിസ്ചാർജ് റെസീറ്റ്, ഫോട്ടോ കോപ്പി ഓഫ് ക്യാൻസൽഡ് ചെക്ക് ഓഫ് ദ നോമിനി ഇഫ് അവൈലബിൾ. ചെക്കിന്റെ ക്യാൻസൽ ചെയ്തതിന്റെ ഫോട്ടോ കോപ്പി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതുകൂടി ഇതിന്റെ കൂടെ ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ബാങ്ക് ഫോർമാറ്റിൽ അത് ഫില്ല് ചെയ്തുകൊണ്ട് കൺസേൺഡ് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടത്. മാക്സിമം ടൈം ലിമിറ്റ് ഫോർ ബാങ്ക് ടു ഫോർവേഡ് ഡ്യൂലി കംപ്ലീറ്റഡ് ക്ലെയിം ഫോം ടു ദ ഇൻഷുറൻസ് കമ്പനി ഈസ് 30 days ഫ്രം ദ സബ്മിഷൻ ഓഫ് ദ ക്ലെയിം ടു ഇറ്റ്. ബാങ്കിന് കിട്ടിക്കഴിഞ്ഞാൽ 30 ദിവസത്തിനകം തന്നെ ബാങ്ക് ഈ പറയുന്ന എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തിരിക്കണം. Steps to be taken at a designated office of insurance company. ഇൻഷുറൻസ് കമ്പനി എന്താണ് ചെയ്യേണ്ടത്? വെരിഫൈ ദാറ്റ് ദ ക്ലെയിം ഫോം ഇസ് കംപ്ലീറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ്. ക്ലെയിം ഫോം കംപ്ലീറ്റ് ആണെന്ന് വെരിഫൈ ചെയ്യുക. ആൻഡ് ഓൾ ദ റിലവന്റ് ഡോക്യുമെന്റ്സ് ഹാവ് ബീൻ അറ്റാച്ച്ഡ്. ഇഫ് നോട്ട്, ടേക്ക് അപ്പ് വിത്ത് ദ ബാങ്ക് കൺസൾട്ട്. ഇല്ല എങ്കിൽ കറക്റ്റ് ഫോം ഫില്ല് ചെയ്തിരിക്കുന്നതൊന്നും മുഴുവനായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അതാത് ബാങ്കുമായി കോൺടാക്ട് ചെയ്തുകൊണ്ട് അത് ക്ലിയർ ചെയ്യുക. ഇഫ് ദ ക്ലെയിം ഈസ് അഡ്മിസിബിൾ, ക്ലെയിം കൊടുക്കാൻ സാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ദ ഡെസിഗ്നേറ്റഡ് ഓഫീസ് ഓഫ് ദി ഇൻഷുറർ ഷാൽ ചെക്ക്. എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? വെദർ ദ മെമ്പേഴ്സ് കവറേജ് ഈസ് ഇൻ ഫോഴ്സ് ആൻഡ് നോ ഡെത്ത് ക്ലെയിം സെറ്റിൽമെന്റ് ഹാസ് ബീൻ എഫക്റ്റഡ് ഫോർ ദ മെമ്പർ ത്രൂ എനി അതർ അക്കൗണ്ട്. ഇതാണ് ഇൻഷുറൻസ് കമ്പനി ചെയ്യേണ്ടത്. എല്ലാ ബാങ്കുകളും ചെയ്യുന്നുണ്ടെങ്കിലും അത് വേറെ ഒരു ബാങ്കിന്റെയും അക്കൗണ്ട് മുഖാന്തരം ഈ PMJJBയുടെ ഇൻഷുറൻസ് ക്ലെയിം സെറ്റിൽ ചെയ്തിട്ടില്ല എന്ന് ഇൻഷുർ ചെയ്യേണ്ടത് അതാത് കമ്പനികളാണ് ചെയ്യേണ്ടത്. നോമിനി ഷാൽ ബി ഇൻഫോംഡ് ഇഫ് ദ ക്ലെയിം ഈസ് സെറ്റിൽഡ്. ക്ലെയിം അഡ്മിസിബിൾ ആണ്, അത് സെറ്റിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നോമിനിയെ ഇൻഷുർ ചെയ്യേണ്ട ഉത്തരവാദിത്വം അതാത് ഇൻഷുറൻസ് കമ്പനിക്കാണ്. അതിന്റെ ഒരു കോപ്പി കൺസേൺഡ് ബാങ്കിലേക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്റ്റെപ്സ് ടു ബി ടേക്കൺ അറ്റ് എ ഡെസിഗ്നേറ്റഡ് ഓഫീസ് ഓഫ് ഇൻഷുറൻസ് കമ്പനി. നമുക്കത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ദ കവറേജ് വാസ് ഇൻ ഫോഴ്സ് ആൻഡ് നോ ക്ലെയിം ഹാസ് ബീൻ സെറ്റിൽഡ് ഫോർ ദ സെഡ് മെമ്പർ, പേയ്മെന്റ് ഷാൽ ബി റിലീസ്ഡ് ടു ദ നോമിനീസ് ബാങ്ക് അക്കൗണ്ട്. നോമിനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് റിലീസ് ചെയ്യാം.
ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഷാൽ ബി സെൻഡ് ടു ദ നോമിനി വിത്ത് കോപ്പി മാർക്ക് ടു ദ ബാങ്ക്. നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. മാക്സിമം ടൈം ലിമിറ്റ് ഫോർ ഇൻഷുറൻസ് കമ്പനി ടു അപ്രൂവ് ക്ലെയിം ആൻഡ് ഡിസ്ബേഴ്സ് മണി ഈസ് 30 days ഫ്രം ദ റെസീറ്റ് ഓഫ് ദ ക്ലെയിം ഫ്രം ദ ബാങ്ക്. ബാങ്കിൽ നിന്ന് ക്ലെയിമിന്റെ റെസീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 30 ദിവസത്തിനകം തന്നെ അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് തീർച്ചയായിട്ടും അവർ നടത്തേണ്ടതായിട്ടുണ്ട്. ഇത്രയുമാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും അത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.